നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു മെസ്സേജുമായിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 മാസത്തോളം അടുക്കാൻ പോകുന്നു. മൊത്തം ഏകദേശം 637 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അണ്ണാരക്കണ്ണന് തന്നാലായത് എന്ന ഒരു ചൊല്ല് പോലെയാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതേ ഓരോ സബ്സ്ക്രൈബേഴ്സ് എണ്ണം കൂടി 637 എത്തിയിരിക്കുകയാണ്. 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷമുണ്ടായിരുന്നു. 500 ആയല്ലോ എന്ന്. അത് കഴിഞ്ഞ് ഏകദേശം 503 സബ്സ്ക്രൈബേഴ്സ് സെയിം ഡേ ആയി. പിന്നീട് അതിൽ 2 പേര് എങ്ങനെയോ യാദൃശ്ചികമായിട്ട് അവർ വിട്ടുപോവുകയും പിന്നെ വീണ്ടും 501 നിൽക്കുകയും പിന്നീട് ഒരു കയറ്റം പെട്ടെന്ന് 600 ചില്ലറ 637, അതായത് പെട്ടെന്ന് ഒരു 600ലേക്ക് 520 550 അങ്ങനെ എത്തി 637 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ആദ്യം നന്ദി പറയട്ടെ. പിന്നെ പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ മറ്റുള്ളവർ അത് സ്റ്റാറ്റസ് ആയിടട്ടെ എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയട്ടെ എന്നോ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ആരും എൻ്റെ വീഡിയോ അതായത് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് നമ്മൾ ചോദിക്കാണ്ട് അവർ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അതൊന്ന് വേറെയാണ്. പക്ഷെ ഇന്നേ വരെ ആരും അത് പറഞ്ഞിട്ടില്ല. മനസ്സിൽ ഏറ്റവും വിഷമം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന വീഡിയോസ് പോലും പലരും നോക്കാറില്ല. ഈ ഒരു സംഭവം അവർ ഇൻസ്റ്റാഗ്രാമിൽ വേറെ വല്ലവരും ഇട്ടിട്ട് അതിൻ്റെ വീഡിയോസ് എനിക്ക് അയച്ചു തരും. അപ്പോൾ ഞാൻ പറയും, ഇതാണ് ഞാൻ എൻ്റെ വീഡിയോ 2 ദിവസം മുമ്പ് ഇട്ടതെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടില്ല. അത് മനസ്സിന് വല്ലാത്ത ഒരു ദുഃഖം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ 637 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എൻ്റെ ചില വീഡിയോസ് എല്ലാം 10K ഒക്കെ പോയിട്ടുണ്ട്. ഈ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ അവരുടെ ഒരു കഴിവിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് നല്ല വ്യൂസ് കിട്ടുകയും നല്ല കമൻറ്റ്സ് കിട്ടുകയും അതൊക്കെ നല്ല രീതിയിൽ ചിലതൊക്കെ പോയിട്ടുണ്ട്. ചിലത് രാഷ്ട്രീയക്കാരെ പറ്റിയിട്ട് പറഞ്ഞതെല്ലാം. എൻ്റെ എല്ലാ വീഡിയോസും എങ്ങനെ പോയാലും ഒരു 1K വ്യൂസ് ഉണ്ടാകാറുണ്ട്. അതൊരു അത്ര വലിയ സംഭവമല്ല, എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമാണ്. 1K വ്യൂസ് ഒക്കെ എൻ്റെ വീഡിയോസ് ഉണ്ടാകുമ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. ഒരാളും നമ്മുടെ വീഡിയോസിന് നമ്മുടെ സ്വന്തം എന്ന് തോന്നുന്നവരോ നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ളൂ നമ്മൾ അയച്ചു കൊടുത്തിട്ട് പോലും ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട്. ഈ ശബരിമലയെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ശബരിമല തിരക്കിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര മോശമായ ചില കമൻസൊക്കെ ചിലവർ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും മോശം കമൻസ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മോശം കമൻസിന് പ്രതികരിക്കുകയോ ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല. നമ്മൾ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ കമൻസ് അങ്ങനെ വായിക്കാറുമില്ല. ചിലവർ പറയാറുണ്ട് അത് മോശമായി പറഞ്ഞതെന്നൊക്കെ. എന്നാൽ അവരെ വീഡിയോ കണ്ടുല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടാകാറുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കും, നമ്മുടെ സ്വന്തക്കാർ പോലും എന്തുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ നായന്മാരെ കണ്ടുകൂടാ എന്ന് പറയുന്ന പോലെ ആയിരിക്കാം എൻ്റെ വീഡിയോസ് അവർ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ അല്ലെങ്കിൽ അവർക്ക് ആ വീഡിയോസ് തുറക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തതോ ആയിരിക്കാം. എന്തായാലും 637 സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.